ആദ്യം പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ തത്സമയം ചേരുകയാണ്. ശ്രീ പി സരിൻ, എന്തായാലും എല്ലാ ആശംസകളും നേരുകയാണ്. താങ്കൾ വലിയ വിജയപ്രതീക്ഷയിലാണ്. അത് പോളിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ കണക്കുകൾ നിരത്തി താങ്കൾ അവകാശവാദം ഉന്നയിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കൃത്യമായ കണക്കുകൾ വന്നിട്ടുണ്ടല്ലോ, മുനിസിപ്പാലിറ്റിയിലെയും അതുപോലെ തന്നെ 3 പഞ്ചായത്തുകളിലെയും. താങ്കളുടെ അവകാശവാദം എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? മഞ്ജുഷ, എല്ലാവർക്കും നമസ്കാരം. 12 മണിക്കൂർ കഴിയുമ്പോഴേക്കും വരാൻ പോകുന്ന ഒരു റിസൾട്ടിനെ പറ്റി വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും ചർച്ച ചെയ്ത് ആശങ്കയിലാക്കേണ്ട സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രം ചില കണക്കുകൾ ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതൊരിക്കലും ഒരു വിജയത്തിന്റെ അവകാശവാദോ പാലക്കാടിന്റെ മനസ്സ് എനിക്ക് മാത്രം അറിയാമെന്നുള്ള ഒരു മേനിപറച്ചിലോ അല്ല. പകരം പാലക്കാട് ജനത വോട്ട് ചെയ്തിരിക്കുന്നത് അവർക്ക് വേണ്ടുന്ന ഒരാൾക്ക് വേണ്ടിയാണ് എന്നും അതറിഞ്ഞു നൽകിയിരിക്കുന്ന പോസിറ്റീവ് വോട്ടുകളാണ് എന്നുമുള്ള ഒരു വിലയിരുത്തൽ എനിക്കുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണക്കുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് വ്യക്തമാവുകയും ചെയ്തതാണ്. 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. പ്രധാനമായും ഒന്ന്, കഴിഞ്ഞ 3 തവണയും ജയിച്ച UDF ക്യാമ്പിന് മേൽക്കൈ നേടിത്തരുന്ന പിരായിരിയിൽ സംഭവിച്ചിരിക്കുന്ന വലിയ വോട്ടേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണമില്ലായ്മ, വോട്ടർ അപ്പത്തി എന്നൊക്കെ പറയുന്നത് പോലെ അവർ വോട്ട് ചെയ്യാൻ പോലും വന്നില്ല എന്നുള്ളത്. ഒരുപക്ഷെ പതിറ്റാണ്ടുകളായി പഞ്ചായത്ത് ഭരണവും പിരാരിയുടെ കൈയാളുന്നത് UDF ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ 33 ബൂത്തുകളിൽ അതിലെ ഒരു ഓക്സിലറി ബൂത്തും കൂടി ഉണ്ട്. അങ്ങനെ 34 മെഷീനാണ് പിരായിരിയിലുള്ളത്. മൊത്തം 180 ബൂത്തുകളാണെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ 2 ഓക്സിലറി ബൂത്തും പിരായിരിയിലെ ഈ പറഞ്ഞ ഒന്നും കണ്ണാടിയിലെ ഒന്നും ചേർന്ന് 184 മെഷീനുകളാണ് നാളെ എണ്ണുക, വോട്ടിംഗ് മെഷീനുകൾ. ഒരു റൗണ്ടിൽ 14 വെച്ച് ആദ്യത്തെ 1 മുതൽ 104 വരെയുള്ള ബൂത്ത് നമ്പറുകൾ മുനിസിപ്പാലിറ്റിയിലായതുകൊണ്ട് അതിൽ തന്നെ 2 ഓക്സിലറി ബൂത്തും കൂടി ഉള്ളതുകൊണ്ട് 106 മെഷീൻ മുഴുവനായും എണ്ണിത്തീരുക. ആദ്യത്തെ 7 റൗണ്ട് പൂർണ്ണമായും 8ാമത്തെ റൗണ്ടിലെ 8 മെഷീനുകളും മുനിസിപ്പാലിറ്റിയിലെയാണ്. 8ാമത്തെ റൗണ്ടിലെ 6 മെഷീൻ പിന്നെ പിരായിരിയിലും കൂടി ചേർന്നാണ് 14 ടേബിളുകൾ പൂർത്തിയാകുന്നത്. അപ്പൊ സ്വാഭാവികമായും മുനിസിപ്പാലിറ്റിയിൽ പോൾ ചെയ്ത 77,318 EVM-ലെ വോട്ടുകൾ അത് വളരെ നിർണായകം തന്നെയാണ് ഇത്തവണ നിർണായകമാകാൻ 2 കാരണങ്ങൾ. ഒന്ന്, BJPയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ BJPക്ക് എതിരായി ഒരു വികാരം, BJP സ്ഥാനാർത്ഥിക്കെതിരായി ഒരു വികാരമുണ്ട്. ഒരു പരിധിവരെ ആ വികാരത്തെ തണുപ്പിക്കാൻ മറ്റൊരു BJP പ്രതിനിധി ആ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോയതുകൊണ്ട് സംഘപരിവാരത്തിന്റെ രീതിയിലുള്ള ചില ഏകീകരണ സ്വഭാവം അവസാന ദിവസങ്ങളിൽ കൈവന്നു എന്ന് വേണമെങ്കിൽ BJPക്ക് അവകാശപ്പെടാം. എന്നിരുന്നാൽ പോലും ഈ ശ്രീധരൻ എന്ന് പറയുന്ന തികഞ്ഞ ഒരുപക്ഷെ എന്താ പറയാ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയുടെ പേരിൽ നേരത്തെ കൊണ്ടുവരാൻ സാധിച്ച ഒരു 10,000-ഓളം വോട്ടുകളുണ്ട്. അത് BJPയിലേക്ക് എത്തിയത് UDF-ൽ നിന്നാണ്, അല്ലെങ്കിൽ BJPയുടെ വോട്ടായി പോൾ ചെയ്യപ്പെടാതെ കിടന്നത് ഈ ശ്രീധരന്റെ പേരിന് നേരെ താമര ചിഹ്നത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടതാണ്. 10,000 ഇല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു 7,000 വോട്ടുകളെ BJP ഇത്തവണ കുറച്ച് തന്നെ കാണണം എന്നുള്ളതാണ് അടിവരയിട്ട് പറയാനുള്ളത്. കഴിഞ്ഞ തവണ 34,000-ഓളം വോട്ടുകൾ നഗരപ്രദേശത്തിൽ കിട്ടിയ BJPക്ക് 28,000-ൽ കൂടുതൽ വോട്ട് ഇത്തവണ കിട്ടില്ല എന്നും, അങ്ങനെയാണെങ്കിൽ പോലും സാങ്കേതികമായി BJP തന്നെയായിരിക്കും ആദ്യത്തെ 7 റൗണ്ട് പൂർത്തിയാകുമ്പോഴും, അതായത് മുനിസിപ്പാലിറ്റിയിലെ വോട്ടുകൾ മുഴുവൻ എണ്ണിക്കഴിയുമ്പോഴും ലീഡ് ചെയ്യുക എന്നുള്ളതുമാണ്. അങ്ങനെ വരുമ്പോൾ UDF-നല്ലേ സരിൻ അതിന്റെ മേൽക്കൈ കിട്ടുക? UDF-നല്ലേ അതിന്റെ മേൽക്കൈ കിട്ടുക? നഗരസഭയിൽ BJP ഒന്നാമത് എത്തിയാലും താങ്കൾ പറയുന്നത് 1,000 വോട്ടിനോ 2,000 വോട്ടിനോ മുന്നിലെത്തും എന്ന രീതിയിലാണല്ലോ. കഴിഞ്ഞ തവണത്തെ 34,000-ൽ നിന്ന് 28,000-ലേക്കൊക്കെ പോകുമെന്ന്. കഴിഞ്ഞ തവണ 27,000 പിടിച്ച UDF-ന് മുനിസിപ്പാലിറ്റിയിൽ മാത്രം അതിനേക്കാൾ മുകളിലെത്താൻ അപ്പോൾ കഴിയുമല്ലോ. അവിടെയാണ് മഞ്ജുഷ് ഏറ്റവും ആശ്ചര്യകരമായ കാര്യങ്ങൾ. ഒരിക്കലും നഗരസഭയിൽ UDF രണ്ടാമതെത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമതായി പോകും UDF എന്നുള്ളതിൽ തർക്കമില്ല. BJPയും LDF-ഉം തമ്മിലുള്ള വ്യത്യാസം മാത്രം 4,000-ഓളം, ഏറിയാൽ 4,000-ഓളം. ഞാനത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 3,000 എന്നാണ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പോലും നേരത്തെ സൂചിപ്പിച്ച അവസാന നിമിഷത്തിൽ BJPയിൽ വന്നൊരു ഏകീകരണ സ്വഭാവം അതിനെ 4,000 വരെ എത്തിച്ചേക്കാം.
ഇവിടെ പക്ഷെ അങ്ങനെ വരുമ്പോൾ 16,000 വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ 16,000 വോട്ടുകൾ മാത്രം കിട്ടിയെടുത്ത് നിന്ന് ഏതാണ്ട് 22,000-ഓളം വോട്ടുകളിലേക്ക് കുതിക്കണം LDF-ന്. അതാണല്ലോ താങ്കളുടെ പ്രതീക്ഷ. അത്രയും വരുമോ സരിൻ? അത് മാത്രമല്ല 2,000-ഓളം വോട്ടുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവല്ലേ പോൾ ചെയ്തിട്ടുള്ളൂ നഗരസഭാ പരിധിയിൽ? അതെ, പോൾ ചെയ്ത വോട്ടുകൾ 2,000-ഓളം കുറവാണ്. അത് എവിടെയൊക്കെയാണ് എന്നുള്ളത് കൂടി പരിശോധിക്കണം. ഒരു പകുതി ഭാഗമില്ലെങ്കിൽ പോലും നഗരസഭയുടെ കാൽഭാഗങ്ങളിൽ വളരെ ശക്തമായ ഇടതുപക്ഷ സാന്നിധ്യമുണ്ട്. 20ഓളം ബൂത്തുകളിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈയുണ്ട്. മറ്റ്20 ബൂത്തുകളിൽ തൊട്ടടുത്ത 2ാം സ്ഥാനമുണ്ട്. അങ്ങനെ ഒരു 50ഓളം ബൂത്തുകളിൽ വളരെ കൃത്യം മേധാവിത്വം ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി അവകാശപ്പെടാം. മറ്റ് 54 ബൂത്തുകളിലേക്ക് വരുമ്പോഴാണ് ഈ ചിത്രം വ്യത്യസ്തമാകുന്നത്. ഈ ശ്രീധരൻ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത് BJP-യിലേക്ക് കൊണ്ടുപോയ വോട്ടുകൾ തിരികെ കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ട. ആ വോട്ടുകൾ BJP-യെ ഉപേക്ഷിച്ച് LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള ആ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ അവതരിപ്പിച്ചതിന്റെ പേരിൽ ഒരു പക്ഷേ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ വന്ന വോട്ടർ റെസ്പോൺസ് കൂടി കണക്കിലെടുക്കുമ്പോൾ അത് ഇടതുപക്ഷത്തേക്കാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. 16,000 ചില്ലുവാനം വോട്ടുകളിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലെ അവസാന വോട്ട് നിലയിലെത്തുമ്പോൾ LDF-ന് 23,000-ൽ കുറയാത്ത 24,000 എന്നുള്ളതാണ് അതൊരു ഫിഗറായിട്ട് നമ്മുടെ കണക്കിൽ വരുന്നത്. എങ്കിൽ പോലും ഞങ്ങൾ അതിനെ 23,000-ൽ കുറയാത്ത ഒരു സംഖ്യയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കൃത്യമായും കോൺഗ്രസിന്റെ ഇടത്തരം മധ്യവർഗ വോട്ടുകളെ ഇത്തവണ നമ്മൾ നിലംപരിശാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. കോൺഗ്രസിനോട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഒരു മമതയും ഇല്ലാതെ തന്നെ ശരി കോൺഗ്രസിന് വോട്ട് ചെയ്ത് കളയാം എന്ന് വിചാരിച്ചിരിക്കുന്ന നഗരസ്വഭാവമുള്ള, പ്രത്യേകിച്ച് പാലക്കാടൻ നഗരസ്വഭാവമുള്ള വോട്ടുകൾ, മുൻ MLA-ക്ക് ഏതിന്റെയൊക്കെയോ പേരിൽ ആനുകൂല്യമായി കിട്ടിയ വോട്ടുകളെ അദ്ദേഹത്തിന്റെ നോമിനിക്കും കൂടി കിട്ടുമെന്നാണ് കോൺഗ്രസ് സ്വപ്നം കാണുന്നത് എങ്കിൽ, പ്രത്യേകിച്ച് മേന്മയൊന്നും അവകാശപ്പെടാനില്ലാത്ത, ഒരു തരത്തിലും ജനങ്ങളുടെ ഇടയിൽ പൊതുസ്വീകാര്യതയിലേക്ക് വളരാൻ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുമെന്ന് കോൺഗ്രസ് ദിവാസ്വപ്നം കാണുകയാണെങ്കിൽ, പക്ഷേ എങ്കിലും നഗരസഭയിൽ 1000 വോട്ടുകളുടെ മാത്രം ലീഡ് BJP-ക്ക് കിട്ടുന്നു. അവിടെയും BJP-യേക്കാൾ 5,000-ഓളം വോട്ടുകൾക്ക് പിറകിൽ പോകുന്നു LDF. UDF-നേക്കാൾ ഏതാണ്ട് 4,000-നും 5,000-നും ഇടയ്ക്ക് വോട്ടുകൾക്ക് പുറകിൽ പോകുന്നു. ഇങ്ങനെയാണല്ലോ റീഡിങ്. പക്ഷേ അടുത്ത പഞ്ചായത്തായ പിരായിരിയിൽ വരുമ്പോഴത്തേക്കും അവിടെ UDF-ന്റെ ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ തവണ ഈ ശ്രീധരനെ മറികടന്നത് പിരായിരിയിലെ വോട്ടുകൾ കൊണ്ടായിരുന്നു UDF. അവിടെയും താങ്കൾ പ്രതീക്ഷിക്കുകയാണോ LDF-ഉം UDF-ഉം തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവുകയില്ല എന്ന്? എന്തായാലും BJP 3ാം സ്ഥാനത്തായിരിക്കും പിരായിരിയിൽ എന്ന കാര്യത്തിൽ സംശയം താങ്കൾക്കും ഉണ്ടാവുകയില്ലല്ലോ. പക്ഷേ അവിടെ LDF UDF അന്തരം കുറയുമെന്നാണോ താങ്കൾ പറയുന്നത്? ഇവിടെയാണ് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് കൃത്യമായ ഒരു വസ്തുത മുന്നോട്ട് വെക്കുന്നത്. പിരായിരിയിലെ ബൂത്തുകൾ 33 ബൂത്തുകളിൽ ഒരു ഓക്സിലറിയും കൂടി ചേർത്ത് മൊത്തം 34 ബൂത്തുകളാണ്. അതിലെ 8ാമത്തെ റൗണ്ടിൽ 6 ബൂത്തുകൾ പിരായിരിയിലെയും കൂടി കടമെടുത്താണ് 8 ബൂത്ത്, മുനിസിപ്പാലിറ്റിയും 6 ബൂത്ത്, പിരായിരിയും എണ്ണി 14 ബൂത്ത് തീരും. 9ഉം 10ഉം പൂർണ്ണമായും എണ്ണാൻ പോകുന്നത് പിരായിരിയിലെ 28 ബൂത്തുകളാണ്. ഇവിടെ സ്വാഭാവികമായും UDF-ന് ഒരു മേൽക്കൈയാണല്ലോ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഞാൻ തുടക്കത്തിലെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, ആദ്യത്തെ 7 റൗണ്ടുകളിൽ BJP ലീഡ് ചെയ്തേക്കാം. അത് LDF-ൽ നിന്നൊരു 4,000 വോട്ട് വരെ ലീഡ് 7ാമത്തെ റൗണ്ടും 8ാമത്തെ റൗണ്ട് കഴിയുമ്പോഴും പ്രതീക്ഷിക്കാം. അതോടുകൂടി പിന്നെ തിരികെ കോൺഗ്രസ് വരും എന്നുള്ളതാണ് ന്യായമെങ്കിൽ അത് അസ്തമിക്കാൻ പോവുകയാണ്. കാരണം പിരായിരിയിലെ 36,329 വോട്ടുകളാണ് ഈ പറയുന്ന 33 അല്ലെങ്കിൽ ഓക്സിലറി ബൂത്തും കൂടി ചേർത്ത് 34 ബൂത്തുകളിൽ ഉള്ളത്. ഇതിൽ പോൾ ചെയ്ത വോട്ടുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. 10,000-ലേറെ വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല പിരായിരിയിൽ. ഈ ഞെട്ടലിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഗ്രാമസ്വഭാവമുള്ള മാത്തൂരിലെയും കണ്ണാടിയിലെയും വോട്ടുകളും കൂടിയായിട്ടുള്ള ഒരു കമ്പാരിസൺ വേണം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, 36,329 ഇലക്ടർമാരുള്ള പിരായിരിയിൽ 26,086 പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് 10,250 പേർ വോട്ട് ചെയ്തില്ല എന്നാണ് അർത്ഥം. വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി UDF-ന്റെ പ്രത്യേകിച്ച് ലീഗിന്റെ തെരഞ്ഞെടുപ്പ് മെഷീനറി വേണ്ടത്ര ചലിച്ചിട്ടില്ല. ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് അവിടുത്തെ 8ഓ 10ഓ ബൂത്തുകൾ, 10-ലേറെ ബൂത്തുകളുണ്ട്. പക്ഷെ അതിലെ ശക്തി കേന്ദ്രങ്ങളായ 8-10 ബൂത്തുകളിൽ 2 മണിക്ക് ശേഷം ഔട്ട് ബൂത്തുകളിൽ ഇരുന്ന് ഇതൊന്ന് മൊബിലൈസ് ചെയ്യാനുള്ള ആള് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഇതിനെ കമ്പയർ ചെയ്യേണ്ടത്
മാത്തൂരിലെയും കണ്ണാടിയിലെയും വോട്ടുകൾ വെച്ചാണ്. മാത്തൂർ 22 ബൂത്തും കണ്ണാടിയിൽ 21 ബൂത്തുകളാണ് ഉള്ളത്. അത് ഓക്സിലറി ബൂത്തും കൂടി ചേരുമ്പോൾ 22 ബൂത്ത്. അങ്ങനെ ഈ 44 ബൂത്തുകളിലായി മാത്തൂരിൽ 21,710 കണ്ണാടിയിൽ 22,220 അതായത് രണ്ടും കൂടി ചേരുമ്പോൾ 33,900 ചില്ലുവാനം വോട്ടുകൾ. കഷ്ടി 44,000 വോട്ടുകൾക്ക് കുറവ്, 43,900 ചില്ലുവാനം. അവിടെ ഈ പറയുന്ന പിരായിരിയുടെ അതേ ഒരു എക്സ്റ്റൻഷൻ എടുക്കുകയാണെങ്കിൽ 36,000 വോട്ടുള്ള പിരായിരിയിൽ 10,250 വോട്ട് പോൾ ചെയ്തിട്ടില്ലെങ്കിൽ 44,000-ഓളം വോട്ടുള്ള മാത്തൂരും കണ്ണാടിയും ചേർന്ന് 13,000-ന് മുകളിൽ വോട്ടുകൾ പോൾ ചെയ്യാതിരിക്കണം. 13,000-ന് മുകളിൽ വോട്ടുകൾ. അത്ഭുതപ്പെടുത്തുന്ന വിധം പറയട്ടെ, 44,000-ഓളം വോട്ടുണ്ടായിട്ടും പിരായിരിയിൽ കുറഞ്ഞ 10,250 പോലും, എന്തിനു പറയുന്നു, 10,000 വോട്ടിന്റെ കുറവ് പോലും മാത്തൂരും കണ്ണാടിയിലും ചേർന്ന് ഇല്ല എന്ന് പറയുമ്പോൾ UDF മൊബിലൈസ് ചെയ്ത് ബൂത്തിലെത്തിക്കേണ്ട വോട്ടുകളിൽ തൊടാൻ സാധിച്ചിട്ടില്ല UDF എന്നും അത്തരം വോട്ടുകൾ വീട്ടിൽ തന്നെ ഇരുന്നു എന്നുമുള്ളതാണ് വായിക്കേണ്ടത്. മാത്തൂരും കണ്ണാടിയും, അതായത് റൗണ്ട് 11, 12, 13, 14 അവസാനം 2 ബൂത്തുകൾ, 2 മെഷീനുകൾ മാത്രമാണ്. 11, 12, 13 നിന്നും മാത്രം UDF നിന്ന് 5,000-ഓളം വോട്ടിന്റെ മേൽക്കൈ, അതായത് ഈ 44 ബൂത്തുകളിൽ നിന്നായി ആവറേജ് ഒരു ബൂത്തിൽ 100 വോട്ടിന്റെ മേൽക്കൈയിലേക്ക് LDF കുതിക്കുമ്പോൾ അവിടെ തോറ്റടിയാൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ച ആദ്യത്തെ 8 റൗണ്ടോളം ലീഡ് ചെയ്ത NDAയും 9ാമത്തെ റൗണ്ടിലും 10ാമത്തെ റൗണ്ടിലും UDF നില മെച്ചപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പിരായിരി പഞ്ചായത്തിൽ ഇപ്പോഴും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഒരു 500 വോട്ടിന്റെ വ്യത്യാസത്തിൽ UDF ഉണ്ടായേക്കാം. ഈ 34 ബൂത്തുകൾ ഓക്സിലറി ബൂത്ത് അടക്കം എണ്ണുമ്പോൾ അതോടുകൂടി UDF ഈ തവണത്തെ പാലക്കാടൻ സ്വപ്നം അവസാനിക്കും. 10 റൗണ്ട് കഴിയുമ്പോഴും UDF ലീഡ് ചെയ്തില്ലെങ്കിൽ, ചെയ്യില്ല എന്നുള്ളത് ഞാൻ അടിവരിട്ട് പറയുന്നു, 11, 12, 13 അത് ഏകപക്ഷീയമായി ഇടതുപക്ഷത്തിന് അവകാശപ്പെടാനുള്ള റൗണ്ടുകളാണ്. അവിടെ NDAയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം ആവറേജ് 100 വോട്ടിന്റെ വ്യത്യാസമാണ് ഒരു ബൂത്തിൽ കോൺഗ്രസുമായിട്ട് LDF പുലർത്താൻ പോകുന്നത്. അതായത് 4,400-ന്റെ എഡ്ജ് കോൺഗ്രസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ BJPയിൽ നിന്ന് അത് 6,600-ലേറെ, അതായത് 150 വോട്ട്, ഒരു ബൂത്തിൽ 150-ലേറെ വോട്ടിന്റെ ആവറേജ് ലീഡ് NDAയിൽ നിന്ന് LDF തിരികെ പിടിക്കും. NDAയിൽ നിന്ന് 6,600 വോട്ടിന്റെ ലീഡ് 11, 12, 13 റൗണ്ടുകളിൽ LDF കരസ്ഥമാക്കുന്നതോടുകൂടി. പക്ഷെ താങ്കൾ ഈ കണ്ണാടിയെ കുറിച്ചും മാത്തൂരിനെ കുറിച്ചും വലിയ പ്രതീക്ഷ വെക്കുമ്പോൾ കഴിഞ്ഞ തവണ LDF ശക്തി കേന്ദ്രം കൂടിയായ ഈ 2 പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണത്തെ ലീഡ് എന്ന് പറയുന്നത് 3 അക്കത്തിൽ ഒതുങ്ങി നിന്നതാണ്. ഒരിടത്ത് അതിനേക്കാൾ കുറവായിരുന്നുവല്ലോ, 100-ലും താഴെ ലീഡായിരുന്നു. അതിൽ 2 കാരണങ്ങളുണ്ട്. അതെ, 50 ആയിരുന്നു മാത്തൂർ, 50-60 വോട്ടേ ഉള്ളൂ. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ തവണ E. ശ്രീധരൻ എന്ന സ്ഥാനാർത്ഥി ജയിക്കാൻ പോകുന്നതിന്റെ പേരിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ഒന്നുകിൽ മതേതര ബോധത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഇടതുപക്ഷക്കാർ ആ വോട്ട് ശ്രീധരൻ അനുകൂലമായി ചിന്തിക്കുന്ന ജനവിധി ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ എവിടേക്ക് ചെയ്തു എന്നുള്ളത് ആലോചിച്ച് നോക്കേണ്ടതാണ്. 2, LDF വോട്ടുകൾ ഓരോന്നും പെറുക്കിയെടുത്ത് വോട്ട് ചെയ്യിപ്പിച്ച് ആ വോട്ടുകളോ അല്ലെങ്കിൽ അത് ശ്രീധരൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന നേട്ടങ്ങളിലേക്കോ പോകരുത് എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം LDF അനുവർത്തിച്ചു പോകുന്നത്. അതായത് ഓരോ വോട്ടും ശ്രദ്ധിച്ച് വീട്ടിൽ നിന്ന് ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞ തവണ ശ്രദ്ധിച്ചതിന്റെ 100 ഇരട്ടി കണ്ണാടിയിലും മാത്തൂരിലും LDF പ്രവർത്തകർ ഇത്തവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല UDF ഒരുപക്ഷെ ജയിക്കാൻ കാരണമായ ചില്ലറ വോട്ടുകൾ കണ്ണാടിയിലും മാത്തൂരിലും. ശരി, പക്ഷേ ഈ താങ്കളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു സംശയമാണ് എനിക്കുണ്ടാകുന്നത്. പാലക്കാട് നഗരസഭയിൽ BJP ആ പ്രതാപം നിലനിർത്തിയാൽ UDF നിന്ന് വിജയം തട്ടിയെടുക്കുവാൻ LDF കഴിയും. പക്ഷേ ആ വിജയം ഉണ്ടാവുക BJP ആയിരിക്കും. കാരണം UDF വിജയം തട്ടിയെടുക്കാൻ LDF കഴിയുന്നത് പിരായിരിലും മാത്തൂരിലും കണ്ണാടിയിലും UDF വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രയോജനം അന്തിമമായി കിട്ടുക പാലക്കാട് മുനിസിപ്പൽ പ്രദേശത്ത്, അതായത് ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള പാലക്കാട് മുനിസിപ്പൽ പ്രദേശത്ത് 77,000-ഓളം വോട്ടുകൾ പോൾ ചെയ്ത മുനിസിപ്പാലിറ്റി ഏരിയയിലെ മികവ് കൊണ്ട് BJPക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമല്ലേ അത് ഉണ്ടാക്കിയെടുക്കുന്നത്? ഒരിക്കലുമല്ല, ഞാൻ ആവർത്തിച്ചു പറയുന്നു.
77,000 വോട്ട് മുനിസിപ്പാലിറ്റിയിലും 60,000 വോട്ട് ഗ്രാമ പഞ്ചായത്തുകളിലും. അത് തന്നെയാണ് കണക്ക്. 1,37,000 സ്പ്ലിറ്റ് നോക്കുകയാണെങ്കിൽ 77,000 വോട്ട് മുനിസിപ്പാലിറ്റിയിലും 3 പഞ്ചായത്തിലും കൂടി ഈ പറയുന്ന 60,000 വോട്ടുമാണ്. മുനിസിപ്പാലിറ്റിയിൽ ഈ 77,000 വോട്ടിൽ ചില്ലറ മറ്റ് സ്ഥാനാർത്ഥികൾക്കുള്ള വോട്ടും നോട്ടയും കിഴിച്ചു കഴിഞ്ഞാൽ 75,000 വോട്ടുകളാണ് 3 മുന്നണികൾക്കായിട്ടുള്ളത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ BJPക്ക് അനുകൂലമായി വിധി എഴുതി എന്നാണ് BJP വിശ്വസിച്ചിരിക്കുന്നത്. അവിടെ വോട്ടർ ടേൺ ഔട്ടിലൊന്നും വലിയ കുറവില്ല, ചെറിയ കുറവുള്ള സ്ഥലങ്ങളുണ്ട് താനും. അത് കഴിഞ്ഞ തവണ ശ്രീധരന് കിട്ടിയ വോട്ട് പോലെയുള്ള വോട്ടാണ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ പകരം ഞാൻ പറയുന്നു, കഴിഞ്ഞ തവണ C. കൃഷ്ണകുമാർ 6 മാസങ്ങൾക്ക് മുന്നേ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം ലീഡ് ചെയ്തത് 500 ചില്ലുവാനം വോട്ടുകൾ മാത്രമാണ്. സമാനമായൊരു സാഹചര്യമോ ഇനി ഏറിയാൽ ഒരു 3000 വോട്ടിന് അപ്പുറത്തേക്ക് പോകാത്ത ഒരു സാഹചര്യമോ അല്ലാതെ 28,000-ൽ കൂടുതൽ ഒരു വോട്ട് BJPക്ക് അവിടെ BJPക്ക് അവിടെ ലഭിക്കില്ല. 75,000-ആയി 3 മുന്നണികൾക്ക് കിട്ടേണ്ട, അതായത് 25,000-ന്റെ ഒരു ബെഞ്ച് മാർക്ക് വെച്ചാൽ അതിൽ 28 വരെ BJP പിടിക്കും. 25-ന്റെ ബെഞ്ച് മാർക്കിൽ നിന്ന് 23,500-ലേക്ക് ഒരു 1,500 വോട്ട് നമുക്ക് കുറയാം. അതിലും ഒരു 500 വോട്ടും 1000 വോട്ടും കുറഞ്ഞ് 22,500-ലേക്കായിരിക്കും കോൺഗ്രസ് കൂപ്പുകുത്താൻ പോകുന്നത്. ശരി, താങ്കളുടെ പ്രതീക്ഷകൾ ഇതൊക്കെയാണ്. ഞാൻ C. കൃഷ്ണകുമാറിനെ കൂടി ടെലിഫോൺ ലൈനിൽ വിളിച്ചിട്ടുണ്ട്. 4,000-ന് മുകൾ വോട്ടിന്. ശരി, എന്തായാലും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ താങ്കൾ പ്രകടിപ്പിക്കുന്ന ഇത്തരം കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ്. താങ്കൾ കുറച്ച് സമയം കൂടി ഇരുന്നാൽ നല്ലത്. ഇപ്പോൾ C. കൃഷ്ണകുമാറിനെ ഞാൻ ടെലിഫോൺ ലൈനിൽ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ശ്രീ C.